ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃധോ പത്മാപുനർജന്മനാം ആത്മേത്യാത്മവിതാം ക്രതുശ്ച യജതാം ഭർത്താവരജ്യോതിഷം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുച്ചാനേകധായ ശ്രുതൗ വാചം നസ്തദധാതു നൈകകിരണത്രൈലോക്യ ദീപോ രവി. ഓം ആദിത്യായ നമഃ ആദിത്യായ നമഃ ആദിത്യായ നമഃ. നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു പുതുവർഷം മലയാളിക്ക് ആരംഭിക്കുകയാണ്. 1200 ആണ്ട് 1199 കർക്കിടക മാസം 32 2024 ആഗസ്റ്റ് 16 വെള്ളിയാഴ്ച രാത്രി 7:40 സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ചിങ്ങം മലയാളിക്ക് പുതുവർഷമാകുന്നു. വറുതിയുള്ള കർക്കിടകത്തിൽ നിന്നും ഒരു മോചനമാണ്, പ്രത്യാശയാകുന്നു സൂര്യൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം. ധാരാളം പ്രാധാന്യങ്ങൾ ചിങ്ങമാസത്തിനുണ്ട്. ഇത് കർഷക ദിനമായി ഇന്ന് കേരള സർക്കാർ ചിങ്ങം 1 വർഷങ്ങളായി ആചരിച്ചു വരുന്നു. ചിങ്ങം സമൃദ്ധിയുടെ പ്രത്യാശയുടെ മാസമാകുന്നു. ചിങ്ങമാസത്തിലെ വിശേഷ ദിനങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സുപരിചിതമാണ്. ചിങ്ങമാസത്തിലാണ് പൊന്നോണം, തിരുവോണം വരുന്നത്. ശ്രീകൃഷ്ണ ജയന്തി, അഷ്ടമി രോഹിണി വരുന്നത് ചിങ്ങമാസത്തിലാണ്. ശ്രീനാരായണ ഗുരു ജയന്തിയും ചട്ടമ്പിസ്വാമി ജയന്തിയും അയ്യങ്കാളി ജയന്തിയും വരുന്നത് ചിങ്ങമാസത്തിലാണ്. ധാരാളം പ്രത്യേകതകൾ ചിങ്ങമാസത്തിനുണ്ട്. കാരണം ചിങ്ങമാസത്തിലാണ് നാം കാർഷികമായ പ്രവൃത്തികൾ ആരംഭിച്ച് അത് മേടത്തിലേക്ക് വിഷുവെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഋതുക്കളിൽ വർഷ ഋതു ആണെങ്കിലും കർക്കിടക മാസത്തെ പോലെ ആ ഘോരമായ മഴയിൽ നിന്നും ചിങ്ങമാസത്തിന് മോചനം ലഭിക്കുന്നതായി നമുക്ക് കാണാം. ഇവിടെ ആദിത്യൻ ചിങ്ങമാസത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം നാം പറഞ്ഞു. ചിങ്ങം രാശിക്ക് ധാരാളം പ്രത്യേകതകൾ സൂര്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കാരണം സൂര്യൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ചിങ്ങം രാശിയാകുന്നു. സിംഹേ വിംശതിരാദിത എന്നാണ് സൂര്യൻ്റെ മൂലക്ഷേത്ര ബലം പറഞ്ഞിരിക്കുന്നത്. ചിങ്ങമാസം 20 വരെ സൂര്യന് ബലമുള്ള രാശിയാകുന്നു ചിങ്ങം രാശി. എന്തുകൊണ്ടാണ് സൂര്യന് ഇത്ര പ്രഭാവമെന്ന് നാം മനസ്സിലാക്കണം. നവഗ്രഹത്തിൽ ആത്മപ്രഭാവവും വ്യക്തിത്വവും പൗരുഷവും പിതാവിനെയും ശിവനെയും സൂചിപ്പിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. താതശ്ച ആത്മപ്രഭാവ, ഒരു വ്യക്തിയുടെ പ്രഭാവമാകുന്നു സൂര്യൻ. നമ്മുടെ ഓറയിൽ, ശരീരത്തിൻ്റെ ആധാരങ്ങളിൽ ആധാരെ പ്രഥമം സഹസ്രകിരണം, മൂലാധാരത്തെ പ്രതിനിധാനം ചെയ്യുന്നു. നിങ്ങളുടെ ബാലൻസിനെ പ്രതിനിധാനം ചെയ്യുന്നു സൂര്യൻ. ഭൂമിയുമായി ബന്ധപ്പെടുന്ന ഗുരുത്വാകർഷണത്തെ സൂര്യൻ പ്രതിനിധാനം ചെയ്യുന്നു. സൂര്യനാണ് സകല ചരാചരങ്ങൾക്കും പ്രകാശം കൊടുത്ത് ഈ ജീവജാലങ്ങളുടെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്നത്. സൂര്യനില്ലാത്ത ഒരു ദിനം ലോകർക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. സൂര്യനില്ലെങ്കിൽ സമസ്ത ജീവജാലങ്ങളും പ്രകൃതിയും ഒന്നും ഉണ്ടാവുകയില്ലെന്ന് നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് സൂര്യൻ്റെ കാരകധർമ്മം കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ ആത്മാവ്, പിതാവ്, രാജാവ്, രാജസേവ, ധൈര്യം, ശൗര്യം, ക്രൂരത, സദസ്സിൽ വിജയം, അധികാരത്തോടുള്ള ഭ്രമങ്ങൾ, ഉത്സാഹം, പ്രശസ്തി, ഔന്നത്യം, ആത്മികമായ കർമ്മങ്ങൾ, ഉയർന്ന ദേശങ്ങൾ, പർവ്വതം മുതലായ ഉയർന്ന ദേശങ്ങൾ, വനസഞ്ചാരങ്ങൾ, കൃഷി ചെയ്യുക, വാഹനങ്ങൾ, നാൽക്കാലികൾ, കഠിന വൃക്ഷങ്ങൾ, കൂവളം, ഹോമം, ശിവനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, മാനവ വിഭവശേഷി, നഖം, നമ്മുടെ ത്വക്ക്, ചർമ്മം, ചെമ്പ്, സ്വർണം, ഇതുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ, രത്നങ്ങളിൽ മാണിക്യം, ഋതുക്കളിൽ വസന്തർത്തു, ശാരീരികമായി ഹൃദയം, അസ്ഥി, ഉദരരോഗങ്ങൾ, നേത്രരോഗങ്ങൾ, പൈൽസ്, ധാന്യങ്ങളിൽ ഗോതമ്പ്, ഇതൊക്കെ സൂര്യനുമായി ബന്ധപ്പെടുന്ന
കാരക ധർമ്മങ്ങളാകുന്നു. ഇവിടെ സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി പ്രവേശിക്കുന്നു. നാം ഓരോ രാശിക്കാർക്കും ഈ സൂര്യൻ്റെ ചാരവശാലുള്ള മാറ്റങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. കുംഭം രാശി എന്നാൽ അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന ഒരു ചെറിയ രാശിയാണ്. 2.25 നക്ഷത്രത്തിൻ്റെ ഒരു ചെറിയ രാശിയാകുന്നു കുംഭൻ രാശി. പ്രതീക്ഷാ നിർഭരമായ രാശിയാണ് കുംഭൻ രാശി. അതിൻ്റെ ചിഹ്നം തന്നെ ഒരു കുടവുമെടുത്ത് ജലം അന്വേഷിച്ചുകൊണ്ട് നദീതടത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ ചിത്രമാണ്. അത് പ്രതീക്ഷയാണ്. അദ്ദേഹം ജലത്തെ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ പ്രതീക്ഷ നിർഭരരാണ് കുംഭൻ രാശിക്കാർ. അവർ സംഗീതജ്ഞരാണ്. അവർ പൂക്കളെയും പെർഫ്യൂംസിനെയും ഇഷ്ടപ്പെടുന്നു. അധിക കുംഭൻ രാശിക്കാരുടെ ജാതകത്തിൽ കർമ്മപതിയായ ചൊവ്വ ബലവാനാണെങ്കിൽ അവർ അഗ്രികൾച്ചർ, നഴ്സറി, ലാൻഡ്സ്കേപ്പിംഗ് ഇതിലൊക്കെ തന്നെ പ്രാവീണ്യം നേടും. ആ ചൊവ്വയും ബുധനും കൂടി യോഗമുണ്ടെങ്കിലോ ഇതിൻ്റെ വലിയ വ്യാപാരികളാകും ഇവർ. അവിടെ ശനിയും ബലവാനാണെങ്കിൽ ഇവർ കാർഷിക മേഖലയിൽ തങ്ങളുടെ കഴിവിനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കും. പ്രകൃതിയെ സ്നേഹിക്കും ഇവർ. ഇന്ന് കുംഭൻ രാശിക്കാർക്ക് ആദിത്യൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നു. 7ാം ഭാവത്തിൽ ആദിത്യൻ നിൽക്കുമ്പോൾ സ്ത്രീവിർഗത പരിഭവം എന്നാണ്. സ്ത്രീകൾക്ക് പരിഭവം വരും എന്നൊരു ഫലം അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനാണ്. ബലവാനായ ഗ്രഹത്തിൻ്റെ ദശ അപഹാരങ്ങളിൽ അല്ലെങ്കിൽ ചാരവശാൽ സഞ്ചരിക്കുന്ന സമയത്ത് ഫലദീപിക ആചാര്യൻ ഇപ്രകാരം പറയുന്നു: സമ്പാദ്യ വസ്ത്രാഭരണാനി ശയ്യാം പ്രീതോ രമണ്യാം രമതേതി വീര്യ കരോതി കല്യാണ മഹോത്സവാദീൻ സന്തോഷയാത്രാം ച മദേശദായി. 7ാം ഭാവാധിപൻ്റെ ദശയിൽ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സമയത്ത് നല്ല സന്തോഷയാത്രകൾ, ഉല്ലാസയാത്രകളൊക്കെ ചെയ്യുന്നു. കരോതി കല്യാണ മഹോത്സവങ്ങൾ, കല്യാണം മുതലായ ഉത്സവങ്ങൾ നടത്തുന്നു. മംഗളകരങ്ങളായ കർമ്മങ്ങളുടെ ഒരു ഭാഗഭാക്കാകാൻ ഈ 7ലെ സൂര്യൻ ഇവർക്ക് പ്രചോദനം ചെയ്യുന്നു, അനുഗ്രഹം നൽകുന്നു. യാത്രയ്ക്ക് വളരെ അനുകൂലമാണ്. ഇവിടെ സൂര്യനോടുകൂടി ഈ ജ്വലിക്കുന്ന സൂര്യന് താങ്ങായിക്കൊണ്ട് ബുധനും ശുക്രനും ഇരുപുറങ്ങളിലുമുണ്ട്. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. മക്കളുടെ പഠന വിഷയത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നു. ഇവിടെ വ്യാഴവും നല്ല സ്ഥാനത്താണ്. അവരുടെ കർമ്മമേഖലയാലും സാമ്പത്തികമായി അവർക്ക് സ്കോളർഷിപ്പുകൾ മുതലായ വിഷയങ്ങളിൽ അനുകൂലമായി ഈ ഒരു മാസക്കാലം തീരുമാനങ്ങൾ നിശ്ചയമായും എടുക്കപ്പെടും. വിവാഹ തീരുമാനങ്ങൾ ചിങ്ങമാസത്തിലെടുക്കാം. അനുകൂലമായ ദിവസങ്ങളൊക്കെ നല്ലൊരു ജ്യോതിഷിയെ കൊണ്ട് നിങ്ങൾ കുറിപ്പിച്ചു വാങ്ങുക. കാരണം കന്നിമാസം നമുക്ക് വിവാഹത്തിന് അനുകൂലമായ മാസമല്ല. വിവാഹ തീരുമാനങ്ങളും എടുക്കാറില്ല, ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെടാറുമില്ല. അപ്പോൾ ചിങ്ങമാസം കഴിഞ്ഞാൽ പിന്നെ തുലാം മാസത്തിന് മാത്രമേ ഇതിനൊക്കെ സാധ്യതയുള്ളൂ. അതിനാൽ ചിങ്ങമാസത്തിൽ കുംഭൻ രാശിക്കാർ ആക്റ്റീവായി ഇറങ്ങുക. എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരം കാണുക. ഈ മൂത്രത്തിൽ കല്ല്, കിഡ്നി സ്റ്റോൺ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം. പല്ലുകൾക്ക് റൂട്ട് കനാൽ ചെയ്യേണ്ടുന്ന സമയവും കൂടെയാണ്. നല്ല പുതിയ ചില പ്രണയബന്ധങ്ങൾ ഈ സമയത്ത് ഉരുത്തിരിയും. കുംഭൻ രാശിക്കാർ അതാരോടും പറയില്ല. അത് പറയാതെ സ്വകാര്യമായി വെക്കുന്നു, പ്രണയത്തെ സ്വകാര്യമായി വെക്കുന്നു. പലപ്പോഴും ഈ ഒരു വിഷയങ്ങൾ ദാമ്പത്യത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കാം. 7ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ അങ്ങനെയൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ശുക്രെ കളത്തേ സതി കാമുകസ്യാത്. 7 ശുക്രൻ കാമുകനാകുന്നു. അവിടെ 7 സൂര്യൻ വരുമ്പോൾ സ്ത്രീബർഗത പരിഭവം, സ്ത്രീക്ക് പരിഭവം ഉണ്ടാക്കുന്നു. കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ ഈ സൂര്യൻ്റെ ഒരു മാസക്കാലത്തുള്ള ഈ ചാരവശാലുള്ള ചിങ്ങം രാശിയിലേക്കുള്ള മാറ്റം കുംഭൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു സമയത്തെ പ്രദാനം ചെയ്യുന്ന മാസമായിരിക്കും. നിസ്തർക്കം ഞാൻ പറയുന്നു. എല്ലാ പ്രിയപ്പെട്ട കുംഭൻ രാശിക്കാർക്കും അനുകൂലമായ ഒരു മാസത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.